ഓം ശാന്തി 20/7/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, മായ രാവണന്റെ കൂട്ടുകെട്ടിൽ വന്ന് നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞു. പവിത്രമായ തൈകൾ അപവിത്രമായി തീർന്നു. ഇപ്പോൾ വീണ്ടും പവിത്രമായി മാറൂ. ചോദ്യം: ഓരോ കുട്ടികൾക്കും സ്വയം തന്റെ മേൽ ഏതൊരു അത്ഭുതമാണ് തോന്നുന്നത്? ബാബയ്ക്ക് കുട്ടികളുടെ മേൽ ഏത് അത്ഭുതമാണ് തോന്നുന്നത്? ഉത്തരം: കുട്ടികൾക്ക് ഈയൊരു അത്ഭുതമാണ് തോന്നുന്നത്. നമ്മൾ ആരായിരുന്നു? ആരുടെ കുട്ടികളായിരുന്നു? ഇങ്ങനെ ഒരു അച്ഛനിൽ നിന്ന് സമ്പത്ത് ലഭിച്ചിട്ടും ആ അച്ഛനെ തന്നെ നമ്മൾ മറന്നുപോയി. രാവണൻ വന്നതോടെ മൂടൽമഞ്ഞു പോലെ രചയിതാവിനെയും രചനയെയും എല്ലാം മറന്നു. ബാബയ്ക്ക് കുട്ടികളുടെ മേൽ ഈ ഒരു അത്ഭുതമാണ് ഉണ്ടാകുന്നത്. ഏതു കുട്ടികളെയാണോ ഞാൻ ഇത്രയും ഉയർത്തിയത്, ആർക്കാണോ ഞാൻ രാജ്യഭാഗ്യം നൽകിയത്, അതേ കുട്ടികൾ തന്നെ എന്നെ ആക്ഷേപിക്കുകയും ചെയ്തു. രാവണന്റെ കൂട്ടുകെട്ടിൽ വന്ന് സർവ്വതും നഷ്ടപ്പെടുത്തി. ഓം ശാന്തി. എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് ഇപ്പോൾ ഓരോ ജീവാത്മാക്കൾക്കും സ്വയം തന്റെ മേൽ അത്ഭുതം തോന്നുന്നുണ്ടാവും. നമ്മൾ ആരായിരുന്നു? ആരുടെ കുട്ടികളാണ്? ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നുവെങ്കിൽ നമ്മൾ ആ ബാബയെ എങ്ങനെ മറന്നുപോയി? നമ്മൾ സതോപ്രധാന ലോകത്തിൽ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരികളായിരുന്നു. വളരെ സുഖികളായിരുന്നു. പിന്നീട് നമ്മൾ ഏണിപ്പടി താഴേക്കിറങ്ങി. രാവണൻ വന്നു. അർത്ഥം, ഇത്രയ്ക്കും മൂടൽ മഞ്ഞിൽപ്പെട്ട് നമ്മൾ രചനയെയും രചയിതാവിനെയും മറന്നുപോയി. മൂടൽ മഞ്ഞ് വന്നുകഴിഞ്ഞാൽ മനുഷ്യർക്ക് വഴിയൊന്നും തന്നെ അറിയില്ലല്ലോ. അതേപോലെ നമ്മളും മറന്നുപോയി നമ്മുടെ വീടെവിടെയാണ്, എവിടെ വസിച്ചിരുന്നവരായിരുന്നു. ഇപ്പോൾ ബാബ കാണുകയാണ്, എന്റെ കുട്ടികൾ, ആർക്കാണോ ഞാൻ 5000 വർഷങ്ങൾക്ക് മുൻപ് രാജ്യഭാഗ്യം നൽകിയിരുന്നത്, വളരെയധികം ആനന്ദത്തിൽ ജീവിച്ചിരുന്നവർ, ഈ ഭൂമിയുടെ അവസ്ഥ ഇപ്പോൾ എന്തായി തീർന്നു? എങ്ങനെ രാവണന്റെ രാജ്യത്തിലേക്ക് വന്നു? അന്യന്റെ ദേശത്ത് തീർച്ചയായും ദുഃഖം മാത്രമല്ലേ ലഭിക്കൂ? നിങ്ങൾ എത്രമാത്രം അലഞ്ഞു തിരിഞ്ഞു. അന്ധവിശ്വാസത്തിൽ ബാബയെ അന്വേഷിച്ചു. പക്ഷെ എവിടെ നിന്നും ലഭിച്ചില്ല. കല്ലിലും മുള്ളിലും തുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞ ഭഗവാനെ എങ്ങനെ ലഭിക്കാനാണ്? പകുതി കൽപ്പമായി നിങ്ങൾ അലഞ്ഞ് ക്ഷീണിച്ചു പോയി. അവനവന്റെ തന്നെ അജ്ഞത കാരണം നിങ്ങൾ രാവണ രാജ്യത്തിൽ എത്ര ദുഃഖം അനുഭവിച്ചു. ഭക്തി മാർഗത്തിലൂടെ ഭാരതം ഇത്രയ്ക്കും ദരിദ്രമായി തീർന്നു. ബാബയ്ക്ക് കുട്ടികളെ കാണുമ്പോൾ ചിന്ത വരുന്നു, നിങ്ങൾ ഭക്തി മാർഗത്തിൽ എത്ര അലഞ്ഞിട്ടുണ്ട്. പകുതി കൽപ്പം നിങ്ങൾ ഭക്തി ചെയ്തു. എന്തിനു വേണ്ടി? ഭഗവാനുമായുള്ള മിലനത്തിനായി. ഭക്തിക്ക് ശേഷം മാത്രമാണ് ഭഗവാൻ വന്ന് ഭക്തിയുടെ ഫലം നൽകുന്നത്. എന്ത് ഫലമാണ് നൽകുന്നത്? ഇതൊന്നും തന്നെ ആർക്കും അറിയില്ല. തീർത്തും ബുദ്ധുക്കളായിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ബുദ്ധിയിലേക്ക് വരണം. നമ്മൾ ആരായിരുന്നു? എങ്ങനെ രാജ്യം ഭരിച്ചിരുന്നു? പിന്നീട് എങ്ങനെ ഏണിപ്പടി താഴേക്കിറങ്ങി വന്ന് രാവണന്റെ ചങ്ങലയിൽ അകപ്പെട്ടു? അപാരമായ ദുഃഖമായിരുന്നു. ആദ്യം നിങ്ങൾ അപാരമായ സുഖത്തിലായിരുന്നു. അപ്പോൾ മനസ്സിൽ ഓർമ്മ വരണം, നമ്മുടെ രാജ്യത്തിൽ എത്ര സുഖമായിരുന്നു എന്ന്. പിന്നീട് പരന്റെ രാജ്യത്തിലേക്ക് വന്നപ്പോൾ ധാരാളം ദുഃഖം അനുഭവിച്ചു. ബ്രിട്ടീഷുകാരുടെ രാജ്യത്ത് നമ്മൾ ദുഃഖം അനുഭവിച്ചിരുന്നു എന്ന് ലോകർ മനസ്സിലാക്കിയിരുന്ന പോലെ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉള്ളിൽ ഈ ഒരു ചിന്ത വേണം, നമ്മൾ ആരായിരുന്നു? ആരുടെ കുട്ടികളായിരുന്നു? ബാബ നമുക്ക് വിശ്വത്തിന്റെ രാജ്യഭാഗ്യം നൽകിയിരുന്നു. പിന്നീട് എങ്ങനെ രാവണ രാജ്യത്തിലേക്ക് വന്ന് അകപ്പെട്ടു? എത്ര ദുഃഖം കണ്ടു?
എത്ര മോശമായ കർമ്മങ്ങൾ ചെയ്തു. സൃഷ്ടി ദിനം പ്രതിദിനം അധപതിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ സംസ്കാരം ഓരോ ദിവസം കൂടുന്തോറും വികാരി ആയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് ഇതെല്ലാം തന്നെ സ്മൃതിയിലേക്ക് വരണം. ബാബ കാണുകയാണ്, ഇത് പവിത്രമായ തൈകളായിരുന്നു. ഇവർക്കാണ് ഞാൻ രാജ്യഭാഗ്യം നൽകിയിരുന്നത്. പിന്നീട് ഇവർ എന്റെ കർത്തവ്യം തന്നെ മറന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വീണ്ടും തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാബയെ ഓർമ്മിക്കൂ. എന്നാൽ സർവ പാപങ്ങളും നശിക്കും. പക്ഷെ കുട്ടികൾക്ക് ഓർമ്മിക്കാൻ തന്നെ സാധിക്കുന്നില്ല. ഇടയ്ക്കിടെ പറയുന്നു, ബാബ ഞങ്ങൾ മറക്കുകയാണ്. ഹേയ്, നിങ്ങൾ എന്നെ ഓർമ്മിച്ചില്ലെങ്കിൽ പാപം എങ്ങനെ നശിക്കാനാണ്? ഒന്ന്, നിങ്ങൾ വികാരത്തിലേക്ക് വീണ് പതീതമായി തീർന്നു. രണ്ടാമത്, ബാബയെ തന്നെ ആക്ഷേപിച്ചു. മായയുടെ സംഘത്തിലേക്ക് വന്ന് നിങ്ങൾ ഇത്രയ്ക്കും താഴേക്ക് പതിച്ചു. ഇതിലൂടെ ആരാണോ നിങ്ങളെ ആകാശം വരേക്ക് ഉയർത്തിയത് അവരെ നിങ്ങൾ കല്ലിലും മുള്ളിലുമാണെന്ന് വരെ പറഞ്ഞു. മായയുടെ കൂട്ടുകെട്ടിലൂടെയാണ് നിങ്ങൾ ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്തത്. ബുദ്ധിയിലേക്ക് ഇതെല്ലാം തന്നെ വരണമല്ലോ. തീർത്തും കല്ല് ബുദ്ധികളായി തീരാൻ പാടില്ല. ബാബ ദിവസേന പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് പോയിന്റുകളാണ് കേൾപ്പിക്കുന്നത് എന്ന്. ബോംബെയിൽ സമ്മേളനമുള്ള സമയത്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ബാബ പറയുന്നു, അല്ലയോ ഭാരതവാസികളെ, നിങ്ങൾക്ക് ഞാനാണ് രാജ്യഭാഗ്യം നൽകിയിരുന്നത്. ഈ ദേവതകൾ സ്വർഗത്തിലായിരുന്നു. പിന്നീട് നിങ്ങൾ എങ്ങനെ രാവണ രാജ്യത്തിലേക്ക് വന്നു? ഇതും ഡ്രാമയിലുള്ള പാർട്ടാണ്. നിങ്ങൾ രചയിതാവിന്റെയും രചനയുടെയും ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഉയർന്ന പദവി നേടാൻ സാധിക്കൂ. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മം നശിക്കുകയും ചെയ്യുന്നു. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ടെങ്കിലും ചിലരുടെ ബുദ്ധി എവിടെയൊക്കെയോ അലയുകയാണ്. ബുദ്ധിയിലുണ്ടായിരിക്കണം, നമ്മൾ ആദ്യം എവിടെയായിരുന്നു, ഇപ്പോൾ നമ്മൾ അന്യന്റെ രാജ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എത്ര ദുഃഖിയായി തീർന്നിരിക്കുന്നു. നമ്മൾ ശിവാലയത്തിൽ എത്ര സുഖികളായിരുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് വേശ്യാലയത്തിൽ നിന്നും മുക്തമാക്കുന്നതിനായി. എന്നിട്ടും അതിൽ നിന്ന് മുക്തമാകുന്നില്ല. ബാബ പറയുന്നു, നിങ്ങൾ ശിവാലയത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിഷം ലഭിക്കുകയില്ല. ഇവിടെയുള്ള മോശമായ ഭക്ഷണവും പാനീയങ്ങളും അവിടെ ലഭിക്കുന്നില്ല. കാരണം അവർ വിശ്വത്തിന്റെ അധികാരികളായിരുന്നില്ലേ. പിന്നീട് അവർ എവിടേക്ക് പോയി? വീണ്ടും തന്റെ രാജ്യഭാഗ്യം എടുത്തുകൊണ്ടിരിക്കുന്നു. എത്ര സഹജമാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, എല്ലാവരും സേവാധാരികളായിരിക്കില്ല. 5000 വർഷങ്ങൾക്ക് മുൻപത്തേതുപോലെ നമ്പർ വയസ്സായി രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്തോ പ്രധാനമായി തീരണം. ബാബ പറയുന്നു, ഇത് തമോ പ്രധാനമായ പഴയ ലോകമാണ്. തികച്ചും പഴയതായി തീരുമ്പോഴാണ് ബാബ വരുന്നത്. ബാബയ്ക്കല്ലാതെ ഇത് മറ്റാർക്കും തന്നെ മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ഭഗവാൻ ഈ രഥത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇത് ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ തന്നെ ബുദ്ധിയിൽ ജ്ഞാനമുണ്ട് എന്നാണ് അർത്ഥം. പിന്നീട് മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുത്ത് തനിക്ക് സമാനമാക്കിയും മാറ്റണം. ബാബ മനസ്സിലാക്കി തരുന്നു, ആദ്യം നിങ്ങളുടെ വികാരി സംസ്കാരമായിരുന്നു. ഇതിൽ നിന്ന് ഉദ്ധരിക്കപ്പെടാൻ കുറച്ചു പ്രയാസമാണ്. കണ്ണുകളുടെ വികാരി സ്വഭാവത്തിൽ നിന്നും പെട്ടെന്ന് മുക്തമാവുകയില്ല. ഒന്ന് കാമവികാരം, അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മുക്തമാവുകയില്ല. പിന്നീട് അതിനോടൊപ്പം പഞ്ചവികാരങ്ങളുമുണ്ട്. ക്രോധത്തിലൂടെയുള്ള വികർമ്മവും ധാരാളമാണ്. പെട്ടെന്ന് തന്നെ ഭൂതങ്ങൾ വരുന്നു. ഇതെല്ലാം തന്നെ വികാരിയായ കർമ്മങ്ങളാണ്, നിർവികാരി കർമ്മങ്ങൾ അല്ല. ഇതിന്റെ എല്ലാം തന്നെ ഭവിഷ്യത്ത് എന്തായിരിക്കും? 100 മടങ്ങ് പാപം വർദ്ധിക്കുന്നു.
ഇടയ്ക്കിടെ ക്രോധിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ രാവണ രാജ്യത്തിലല്ലല്ലോ, നിങ്ങളിപ്പോൾ ഈശ്വരന്റെ സമീപത്താണ് വസിക്കുന്നത്. അപ്പോൾ ഈ വികാരങ്ങളിൽ നിന്ന് മുക്തമാകുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്യണം. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിക്കണം, ഒരിക്കലും ക്രോധിക്കരുത്. ഈ 5 വികാരങ്ങളും നിങ്ങളെ പകുതി കൽപ്പം താഴേക്ക് വീഴ്ത്തി. ആദ്യം നിങ്ങളായിരുന്നു ഏറ്റവും ഉയർന്നവർ. ഏറ്റവും കൂടുതൽ വീണവരും നിങ്ങൾ തന്നെയാണ്. ഈ 5 ഭൂതങ്ങളാണ് നിങ്ങളെ വീഴ്ത്തിയത്. ഇപ്പോൾ ശിവാലയത്തിലേക്ക് പോകുന്നതിനായി ഈ വികാരങ്ങളെ ഇല്ലാതാക്കൂ. ഈ വേശ്യാലയത്തിൽ നിന്നും ഹൃദയം മാറ്റിവെക്കൂ. ബാബയെ ഓർമ്മിക്കൂ. എന്നാൽ അന്തമത്തി സോഗത്തി ആയിത്തീരും. നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചേരും. മറ്റാർക്കും തന്നെ നിങ്ങൾക്ക് ഈ വഴി പറഞ്ഞു തരാൻ സാധിക്കില്ല. ഭഗവാനു വാച, ഞാൻ സർവവ്യാപിയാണ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ചു, വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുമെന്ന് പറഞ്ഞു. പിന്നീട് അവിടെ നിങ്ങൾക്ക് ഈ പഠിപ്പിന്റെ ആവശ്യം തന്നെ ഇല്ല. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. നിങ്ങൾ സമ്പത്ത് നേടുന്നു. ഇതിൽ ഹഠയോഗത്തിന്റെ കാര്യമൊന്നും ഇല്ല. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. സ്വയത്തെ എന്തിനാണ് ശരീരമെന്ന് കരുതുന്നത്? ശരീരമാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഈ ജ്ഞാനം ധാരണ ചെയ്യാൻ സാധിക്കില്ല. അതും ഭാവിയാണ്, അതായത് ഡ്രാമയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ രാവണ രാജ്യത്തിലായിരുന്നു. ഇപ്പോൾ രാമരാജ്യത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ പുരുഷോത്തമ സംഗമയുഗ വാസിയാണ്. ഗൃഹസ്ഥത്തിൽ ഇരുന്നോളൂ. എല്ലാവരും ഇവിടെ വന്ന് എവിടെ വസിക്കാനാണ്? ബ്രാഹ്മണനായി കഴിഞ്ഞാൽ എല്ലാവർക്കും ബ്രഹ്മാവിന്റെ പക്കൽ വസിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ പോയി വസിക്കണം. എന്നിട്ട് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം, നമ്മൾ ശൂദ്രനല്ല, ബ്രാഹ്മണനാണ് എന്ന്. ബ്രാഹ്മണരുടെ കുടുംബ എത്ര ചെറുതാണ്. അപ്പോൾ ഗൃഹസ്ഥത്തിൽ വസിച്ചുകൊണ്ടും ശരീര നിർവഹണാർത്ഥം ജോലികളും വേലകളും ചെയ്തുകൊണ്ടും കേവലം ബാബയെ ഓർമ്മിക്കണം. നമ്മൾ ആദ്യം ആരായിരുന്നു? ഇപ്പോൾ നമ്മൾ അന്യന്റെ രാജ്യത്തിലാണ് വസിക്കുന്നത്. നമ്മൾ എത്ര ദുഃഖികളായിരുന്നു. ഇപ്പോൾ ബാബ വീണ്ടും നമ്മെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഗൃഹസ്ഥത്തിൽ വസിച്ചുകൊണ്ടും ആ അവസ്ഥ സമ്പാദിക്കണം. ആരംഭത്തിൽ എത്ര വലിയ വലിയ വൃക്ഷങ്ങൾ വന്നു. അതിൽ ചിലർ ഇപ്പോഴുമുണ്ട്, ബാക്കിയുള്ളവർ പോയി. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ നമ്മുടെ രാജ്യത്തിലായിരുന്നു, ഇപ്പോൾ എവിടേക്ക് വന്നിരിക്കുകയാണ്? ഇനി വീണ്ടും തന്റെ രാജ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ ബാബയ്ക്ക് കത്തെഴുതാറുണ്ട്, ബാബ, ഇന്നയാൾ വളരെ നല്ല രീതിയിൽ ദിവസേന വന്നിരുന്നു, ഇപ്പോൾ വരുന്നില്ല. വരുന്നില്ലെങ്കിൽ അതിനർത്ഥം വികാരത്തിലേക്ക് വീണു എന്നാണ്. പിന്നീട് ജ്ഞാനം ധാരണ ചെയ്യാൻ സാധിക്കില്ല. ഉന്നതിക്ക് പകരം അധപ്പതിച്ച് ചില്ലറ പൈസയുടെ പദവി നേടുന്നു. രാജാവിന്റെ പദവി എവിടെയാണ്? താഴ്ന്ന പദവി എവിടെയാണ്? അവിടെ സുഖമുണ്ടെങ്കിലും ഉയർന്ന പദവി നേടാനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്. ആർക്കാണ് ഉയർന്ന പദവി ലഭിക്കുക? ഇപ്പോൾ എല്ലാവരും പുരുഷാർത്ഥം ചെയ്യുകയാണ് എന്നുള്ളത് അറിയാം. കിങ് മഹേന്ദ്രനും, അതായത് ഭോപ്പാലിലെ, ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യുകയാണ്. ആ രാജ്യപദവി ചില്ലറ പൈസയുടേതാണ്. ഇതാണെങ്കിൽ സൂര്യവംശി രാജധാനിയിലേക്ക് വരാനുള്ളതാണ്. വിജയമാലയിലേക്ക് വരാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, തന്റെ ഹൃദയത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ കണ്ണുകൾ വികാരി ആകുന്നില്ലല്ലോ. അഥവാ നിർവികാരിയാകുന്നുവെങ്കിൽ ബാക്കി ഇനി എന്താണ് വേണ്ടത്? വികാരത്തിലേക്ക് പോയില്ലെങ്കിലും കണ്ണുകൾ കുറച്ചൊക്കെ ചതിച്ചുകൊണ്ടിരിക്കുന്നു. നമ്പർ 1 കാമവികാരമാണ്.
വികാരി ദൃഷ്ടി വളരെയധികം മോശമാണ്. അതുകൊണ്ടാണ് പേര് തന്നെ ക്രിമിനൽ, അതായത് വികാരി ദൃഷ്ടി, സിവിലൈസ്ഡ്, നിർവികാരി ദൃഷ്ടി എന്ന് പറയുന്നത്. പരിധിയില്ലാത്ത അച്ഛന് കുട്ടികളെ അറിയാമല്ലോ. ഇവരെന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം സേവനമാണ് ചെയ്യുന്നതെന്ന്. ഇന്നയാളുടെ വികാരദൃഷ്ടി ഇനിയും പോയിട്ടില്ല എന്ന ഗുപ്തമായ വാർത്തകളെല്ലാം വരുന്നുണ്ട്. ഇനി മുന്നോട്ടു പോകവേ കൃത്യമായുള്ള എഴുത്തുകൾ വരും. ഞാൻ ഇത്രയ്ക്കും സമയം അസത്യം പറഞ്ഞ് അധപതിച്ചു എന്ന് സ്വയം അനുഭവമാകുന്നു. ജ്ഞാനം പൂർണമായും ബുദ്ധിയിലിരിക്കാത്തത് കാരണമാണ് അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നത്. ബാബയിൽ നിന്നും ഞങ്ങൾ ഒളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ധാരാളം പേർ ഒളിപ്പിക്കുന്നുണ്ട്. സർജനിൽ നിന്നും 5 വികാരങ്ങളുടെ അസുഖം ഒളിപ്പിക്കരുത്. സത്യം തുറന്നു പറയണം. ഞങ്ങളുടെ ബുദ്ധി ഈ വശത്തേക്കാണ് പോകുന്നത്, ശിവബാബയിലേക്ക് പോകുന്നില്ല. പറഞ്ഞില്ലെങ്കിൽ അതിന്റെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ ദേഹി അഭിമാനിയായി തീരൂ. സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കൂ. ആത്മാക്കൾ ഭായി ഭായിയാണ്. നിങ്ങൾ പൂജ്യരായിരുന്നപ്പോൾ എത്ര സുഖികളായിരുന്നു. ഇപ്പോൾ പൂജാരികളായപ്പോൾ ദുഃഖികളായി തീർന്നു. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? എല്ലാവരും പറയുന്നു ഈ ഗൃഹസ്ഥാശ്രമം പരമ്പരാഗതമായി ഉള്ളതാണെന്ന്. എന്താ സീതാരാമന്മാർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ അവിടെ വികാരത്തിലൂടെ അല്ല കുട്ടികൾ ജനിക്കുന്നത്. അത് സമ്പൂർണ്ണ നിർവികാരി ലോകമാണ്. അവിടെ വികാരങ്ങളില്ലാത്തത് കാരണം ഭ്രഷ്ടാചാരത്തിലൂടെ അല്ല ജനിക്കുന്നത്. അവിടെ രാവണ രാജ്യമല്ലല്ലോ, രാമരാജ്യമാണ്. പിന്നെങ്ങനെ അവിടെ രാവണൻ വന്നു? മനുഷ്യന്റെ ബുദ്ധി തീർത്തും നഷ്ടക്കണക്കിലേക്ക് പോയിരിക്കുകയാണ്. ആരാണ് ചെയ്തത്? ഞാൻ നിങ്ങളെ സത്തോ പ്രധാനമാക്കി മാറ്റിയതാണ്. നിങ്ങളുടെ ദുഃഖത്തിന്റെ തോണി അക്കര കടത്തിയതാണ്. പിന്നീട് നിങ്ങളെ ആരാണ് തമോ പ്രധാനമാക്കി മാറ്റിയത്? പക്ഷെ ഇതും നിങ്ങൾ മറന്നുപോയിരുന്നു. പറയുന്നു ഇതെല്ലാം തന്നെ പരമ്പരാഗതമായി ഉള്ളതാണെന്ന്. പക്ഷെ പരമ്പരാഗതവും എപ്പോൾ മുതൽക്ക്? എന്തെങ്കിലും കണക്ക് വേണ്ടേ? ആർക്കും ഒന്നും തന്നെ അറിയില്ല. ബാബ മനസ്സിലാക്കി തന്നു, നിങ്ങൾക്ക് എത്ര ഉയർന്ന രാജ്യഭാഗ്യമാണ് നൽകിയിരുന്നത്. നിങ്ങൾ ഭാരതവാസികൾ ഇത്രയ്ക്കും സന്തുഷ്ടരായിരുന്നു. മറ്റാരും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികളും പറഞ്ഞിരുന്നു ഭാരതത്തിൽ സ്വർഗമുണ്ടായിരുന്നു എന്ന്. ദേവതകളുടെ ചിത്രങ്ങളായിരുന്നു. അവരെക്കാളും പഴയതായി, അതായത് മുൻപായി മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. പഴയതിലും പഴയത് ലക്ഷ്മി നാരായണനാണ്, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വസ്തുക്കളായിരിക്കും. ഏറ്റവും പഴയതിലും പഴയതാണ് ശ്രീകൃഷ്ണൻ. ഏറ്റവും പുതിയതും ശ്രീകൃഷ്ണനാണ്. പഴയതെന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം കഴിഞ്ഞു പോയതല്ലേ. നിങ്ങൾ തന്നെയായിരുന്നു വെളുത്തവർ. പിന്നീട് നിങ്ങൾ തന്നെ തമോ പ്രധാനമായി തീർന്നു. കറുത്ത വർണ്ണത്തിലുള്ള കൃഷ്ണനെ കണ്ടും എല്ലാവരും സന്തോഷിക്കുന്നു. ഊഞ്ഞാലിൽ ആട്ടുന്നത് ശ്യാമവർണ്ണത്തിലുള്ള കൃഷ്ണനെയാണ്. കൃഷ്ണൻ എപ്പോൾ സതോപ്രധാനമായിരുന്നു എന്ന് അവർക്കറിയില്ലല്ലോ. കൃഷ്ണനെ എത്രയാണ് സ്നേഹിക്കുന്നത്? രാധ എന്താണ് ചെയ്തത്? ബാബ പറയുന്നു, നിങ്ങളിവിടെ സത്യത്തിന്റെ സംഘത്തിലാണ് ഇരിക്കുന്നത്. പുറമേ കുസംഗത്തിലേക്ക് പോകുമ്പോൾ എല്ലാം തന്നെ മറന്നുപോകുന്നു. മായ അതിശക്തനാണ്. ആനയെ മുതല വിഴുങ്ങുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ബാബയെ വിട്ടുപോകുന്നവരുമുണ്ട്. കുറച്ചാണെങ്കിലും അഹങ്കാരം വരുന്നതിലൂടെ തന്റെ നാശം ചെയ്യുന്നു. പരിധിയില്ലാത്ത അച്ഛൻ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിലൊരിക്കലും സംശയിക്കരുത്. എന്തുകൊണ്ട് ബാബ ഇങ്ങനെയെല്ലാം പറഞ്ഞു? ഞങ്ങളുടെ അഭിമാനമാണ് നഷ്ടപ്പെട്ടത്
എന്നൊന്നും തന്നെ ചിന്തിക്കരുത്. അഭിമാനം രാവണ രാജ്യത്തിൽ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിലൂടെ അവനവന് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പദവി ഭ്രഷ്ടമായി തീരുന്നു. ക്രോധവും ലോഭവുമെല്ലാം വികാരി ദൃഷ്ടി തന്നെയാണ്. കണ്ണുകളിലൂടെ വസ്തുക്കളെ കാണുമ്പോഴാണ് ആസക്തി ഉണ്ടാകുന്നത്. ബാബ വന്ന് തന്റെ പൂന്തോട്ടത്തെ കാണുകയാണ്. പല വിധത്തിലുള്ള പുഷ്പങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് പോയതിനു ശേഷം പിന്നീട് അവിടെ ആ പൂന്തോട്ടത്തിലേക്ക് പോയി പുഷ്പങ്ങളെ കാണുന്നു. ശിവബാബയ്ക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട്. ബാബ നിരാകാരനാണ്, ചൈതന്യമായ പുഷ്പമാണ്. നിങ്ങളിപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് ഇതുപോലുള്ള പുഷ്പമായി തീരുന്നു. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, എന്തെല്ലാമാണോ കഴിഞ്ഞുപോയത് അതിനെ ഡ്രാമ എന്ന് മനസ്സിലാക്കൂ. അതിനെക്കുറിച്ചൊന്നും തന്നെ ചിന്തിക്കരുത്. എത്ര തന്നെ പ്രയത്നിച്ചാലും എല്ലാവരും ഇവിടെ പിടിച്ചു നിൽക്കണമെന്നില്ല. പ്രജകളെയും ആവശ്യമല്ലേ? കുറച്ചെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർ പ്രജകളായി തീരുന്നു. ധാരാളം പ്രജകൾ ഉണ്ടാകണം. ജ്ഞാനം ഒരിക്കലും നശിക്കുന്നില്ല. ഒരു പ്രാവശ്യം കേട്ട് ശിവബാബ എന്ന് പറയുകയാണെങ്കിൽ തന്നെ പ്രജയിലേക്ക് വരുന്നു. ഉള്ളിൽ ഈ ഒരു സ്മൃതി ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് രാജ്യത്തിലായിരുന്നുവോ ഇപ്പോൾ വീണ്ടും ആ രാജ്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. വളരെ കൃത്യമായ സേവനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ശിവാലയത്തിലേക്ക് പോകുന്നതിനായി ഈ വികാരങ്ങളെ ഇല്ലാതാക്കണം. ഈ അഴുക്ക് ലോകത്തിൽ നിന്ന് മനസ്സ് മാറ്റണം. ശൂദ്രരുടെ കൂട്ടുകെട്ടിൽ നിന്നും അകന്നു നിൽക്കണം. 2. എന്തെല്ലാമാണോ കഴിഞ്ഞുപോയത് അതിനെ നാടകമാണെന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഒരിക്കലും അഹങ്കാരത്തിലേക്ക് വീഴരുത്. ഒരിക്കലും ശിക്ഷണം ലഭിക്കുമ്പോൾ സംശയിക്കരുത്. വരദാനം: സന്തോഷത്തിന്റെ ഖജനാവിനാൽ സമ്പന്നമായി ദുഃഖികളായ ആത്മാക്കൾക്ക് സന്തോഷം ദാനം ചെയ്യുന്നവരായ പുണ്യാത്മാവായി ഭവിക്കൂ. ഇപ്പോൾ ലോകത്ത് എല്ലാ സമയവും ദുഃഖമാണ്. നിങ്ങളുടെ പക്കൽ സദാസമയം സന്തോഷമാണ്. അതിനാൽ ദുഃഖി ആത്മാക്കൾക്ക് സന്തോഷം നൽകുക, ഇത് ഏറ്റവും വലിയ പുണ്യമാണ്. ആളുകൾ സന്തോഷത്തിനായി എത്ര സമയം സമ്പത്ത് ചിലവാക്കുന്നു? നിങ്ങൾക്ക് സഹജമായി സന്തോഷത്തിന്റെ ഖജനാവ് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താണോ ലഭിച്ചത് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിതരണം ചെയ്യുക എന്നാൽ വർദ്ധിക്കുക. ഇവർക്കെന്തോ ശ്രേഷ്ഠ പ്രാപ്തി ഉണ്ടായിട്ടുണ്ട്, അതിന്റെ സന്തോഷമാണ് എന്ന് നിങ്ങളുടെ സമീപം വരുന്നവർക്കെല്ലാം അനുഭവപ്പെടും. സ്ലോഗൻ: അനുഭവി ആത്മാക്കൾ ഒരിക്കലും ഒരു കാര്യത്തിലും വഞ്ചിക്കപ്പെടില്ല. അവർ സദാ വിജയിയായിരിക്കും. ഓക്കെ. ഓം ശാന്തി.